ഫിയർ ഓഫ് ഫെയിലിയർ ആണ് പലരും പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഫെയിലിയറിന് സാധ്യതകൾ വളരെ കുറവുള്ളൊരു ബിസിനസ്സാണ്. വളരെ ചുരുങ്ങിയ മുതൽ മുടക്കിൽ സ്റ്റാർട്ട് ചെയ്ത് 80,000 രൂപയെങ്കിലും പ്രതിമാസം വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ്സാണിത്. വെറും 10,000 രൂപയിൽ താഴെ മുതൽ മുടക്ക്. നമുക്ക് ഇപ്പോൾ ഫുഡ് കാറ്റഗറി നോക്കാം. ഫുഡിൽ വളരെ വളരെ വിജയസാധ്യതയുള്ള ഒന്നാണ് സ്നാക്സ്. നമ്മൾ എല്ലാവരും സ്നാക്സുകൾ വളരെയധികം കഴിക്കുന്നവരാണ്. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത്, പലപ്പോഴും നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നത് വളരെ പേടിയോട് കൂടിയിട്ടാണ്. കാരണം അതിലെ ഈ സ്നാക്സുകളിലുള്ള എണ്ണയും അതുപോലെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വലിയ കൺസേൺ ആണ് പലപ്പോഴും. ആക്ച്വലി നമ്മളുടെ വീടിൻ്റെ അടുത്ത് ഏകദേശം ഒരു 200 വീടുകൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വളരെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അപ്പം, ഉണ്ണിയപ്പം, അതല്ലെങ്കിൽ നെയ്യപ്പം പോലുള്ള പ്രൊഡക്റ്റുകൾ വളരെ ഇഷ്ടത്തോടെ എല്ലാവരും കഴിക്കുന്ന ഒന്നാണ്. നമ്മൾ വെറും 200 വീടുകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനീഷ്യൽ ലെവലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം മിനിമം നമുക്ക് 100 പാക്കെങ്കിലും നമുക്ക് സെല് ചെയ്യാൻ പറ്റും, അല്ലേ? ഈ 100 പാക്കുകളിൽ നമ്മൾക്ക് 60 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 6,000 രൂപയായിരിക്കും വരുമാനം ഉണ്ടാവുന്നത്. ഈ 6,000 രൂപയിൽ ഒരു 40% ആണ് അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. ബാക്കി പാക്കിംഗ് ചാർജോ മറ്റു അനുബന്ധ ചിലവുകളെല്ലാം കൂടെ കൂടിയാലും ശരി, നമ്മൾക്ക് ആകെ വരുന്ന ചിലവ് 2,800 രൂപ മാത്രമാണ്. എഗെയിൻ 3,200 രൂപ പ്രോഫിറ്റാണ് ഒരു ദിവസം. ശ്രദ്ധിക്കണം, നമ്മൾ ഒരു മാസത്തിൽ ഏകദേശം ഒരു 25 ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ 80,000 രൂപയോളം വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ്സാണ്. ഇനി ഇതിൻ്റെ മുതൽ മുടക്കിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും വളരെ വളരെ ചുരുങ്ങിയ ചിലവിലുള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള പാത്രങ്ങളാണെങ്കിലും ശരി, അല്ലെങ്കിൽ കുറച്ച് നമ്മൾക്ക് ഈ ഉണ്ണിയപ്പോ അല്ലെങ്കിൽ നെയ്യപ്പോ ഉണ്ടാക്കാൻ വേണ്ട അരിയും അതുപോലെ പഴങ്ങളും അല്ലെങ്കിൽ അനുബന്ധ സാധനങ്ങളും എല്ലാം കൂടി വളരെ ചുരുങ്ങിയ ചിലവിൽ ഏകദേശം നമുക്ക് 10,000 രൂപയിൽ താഴെ ഇതിൻ്റെ കോസ്റ്റ് വരുള്ളൂ. അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഗ്യാസുകളും അല്ലെങ്കിൽ അടുപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് നമുക്ക് അഡീഷണലായിട്ട് ഏകദേശം 10,000 രൂപയിൽ താഴെ മുതൽ മുടക്കിയാൽ മാത്രം മതിയാവും. പിന്നെ നമ്മൾ കുറച്ചൊരു 4-5 മാസങ്ങൾ ഓടി കുറച്ചുകൂടെ വലിയ രീതിയിൽ അത് ചെയ്യണമെന്ന്, അത് മാർക്കറ്റൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, നമ്മുടെ കസ്റ്റമറുടെ ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ചുകൂടെ സ്കെയിലബിളായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരാളും കൂടെ അപ്പോയിൻമെൻറ്റ് ചെയ്യാം. അത് ഒരു പക്ഷേ നമുക്ക് പ്രൊഡക്ഷനിലാക്കാം, അതല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലാക്കാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ രീതിയിലേക്ക് ചെയ്യാം. ഒരു 15,000 രൂപ സാലറി കൊടുക്കുകയാണെങ്കിൽ ഒരാളെയും കൂടി നമുക്ക് ഇനീഷ്യലി അപ്പോയിൻമെൻറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് മാർക്കറ്റ് കുറച്ചുകൂടെ ബേക്കറികളിലേക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങാം, അല്ലെങ്കിൽ അടുത്ത വാർഡുകളിലേക്കും കൂടെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വ്യാപിപ്പിക്കാൻ പറ്റും. അങ്ങനെ അത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് പോകാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ടേസ്റ്റും അത്രയും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ല ക്വാളിറ്റിയാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൈസിന് നമുക്ക് പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും. ആളുകൾക്ക് നിങ്ങളുടെ മുകളിൽ നല്ല ട്രസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് നല്ല ബ്രാൻഡും ബിൽഡ് ചെയ്യാൻ പറ്റും. സ്കെയിലപ്പ് നമുക്ക് 2 രീതിയിലാണ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മാർക്കറ്റ് കൂട്ടുക എന്നുള്ളത്, അതായത് കുറച്ചുകൂടെ വലിയ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുക. പിന്നെ ഒന്നുള്ളത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ലൈൻ. ഇപ്പോൾ നിങ്ങൾ ഉണ്ണിയപ്പവും നെയ്യപ്പവുമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കൂടുതൽ പ്രൊഡക്റ്റുകളെ ആഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഒരു 60% മുകളിൽ അല്ലെങ്കിൽ 50% മുകളിലേക്ക് പ്രോഫിറ്റുള്ള മറ്റൊരു പ്രൊഡക്റ്റുമായിട്ട് അടുത്ത വീഡിയോ കാണാം.